ഇന്ന് നമുക്ക് എല്ലാവരെയും കോമൺ ആയിട്ട് ബാധിക്കുന്ന ഒരു കാര്യം പഠിക്കാം. നിങ്ങളൊരു വർക്കിംഗ് പ്രൊഫഷണലാണേലും സ്റ്റുഡൻ്റ് ആണേലും റിട്ടയർഡ് ആണേലും നിങ്ങളെ എല്ലാവരെയും ഒരേപോലെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഇൻഫ്ലേഷൻ. ഒരു എക്കോണമിയിൽ കാലക്രമേണ ഉണ്ടാകുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വിലവർധനവിനെയാണ് നമ്മൾ ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ പണപ്പെരുപ്പം എന്ന് പറയുന്നത്. ഇന്ന് നമ്മളൊരു കഫേയിൽ പോയി അവിടെ പോയി നമ്മളൊരു സാൻഡ്വിച്ച് വാങ്ങുന്നു. അതിന് 30 രൂപയാണ് വില. 2 വർഷത്തിന് ശേഷം അതേ സാൻഡ്വിച്ചിൻ്റെ വില 60 രൂപയാകുന്നു. അതിനുശേഷമോ 5 വർഷം കഴിയുമ്പോൾ അതേ സാൻഡ്വിച്ചിൻ്റെ വില 100 രൂപയാണ്. ഇതിനെയാണ് നമ്മൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ രൂപയുടെ മൂല്യം കുറയുന്നു. നമ്മൾ 2 വർഷം മുമ്പ് വാങ്ങിച്ച അതേ ഉൽപ്പന്നത്തിന് ഇന്ന് നമ്മൾ ഇരട്ടി വില നൽകേണ്ടി വരും. ഇൻഫ്ലേഷൻ പെട്ടെന്നൊരു ദിവസം ഉണ്ടാകുന്നതല്ല. നമുക്ക് ഇൻഫ്ലേഷൻ ഉണ്ടാകുന്നതിൻ്റെ 3 ഇമ്പോർട്ടൻ്റ് ആയ റീസൺസ് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ. ഒരു പ്രൊഡക്റ്റിന് കൂടുതൽ ഡിമാൻഡ് ഉണ്ട്, പക്ഷേ അതിൻ്റെ സപ്ലൈ കുറവാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അതിൻ്റെ പ്രൈസ് കൂടുതലായിട്ട് വരും. ഫോർ എക്സാമ്പിൾ, പുതിയൊരു ഐഫോൺ ലോഞ്ചായി, അപ്പോൾ അതിന് ആവശ്യക്കാർ കൂടുതലായിട്ടുണ്ട്. പക്ഷേ ആപ്പിൾ ആണെങ്കിലോ ആപ്പിൾ അത് കുറച്ചേ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ ആയിരിക്കുമ്പോൾ ആ ഒരു ഐഫോണിൻ്റെ വില കൂടുതലായിട്ട് ഉയരും. ഇതിനെയാണ് നമ്മൾ ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ഈസ് കോസ്റ്റ് പുൾ ഇൻഫ്ലേഷൻ. ഒരു പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി കൂടുതൽ കോസ്റ്റ് ആവുന്നു, അപ്പോൾ ബിസിനസ്സുകൾ കൺസ്യൂമേഴ്സിൻ്റെ പക്കൽ നിന്നും കൂടുതൽ ക്യാഷ് ഈടാക്കുന്നു. ഫോർ എക്സാമ്പിൾ, പെട്രോളിൻ്റെ വില കൂടുന്നു, അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും കൂടും. ട്രാൻസ്പോർട്ടേഷനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഇൻഡസ്ട്രികളെല്ലാം എക്സ്പെൻസീവും. അതായത് ഫുഡ്, ക്ലോത്തിങ്, അങ്ങനെയുള്ള മറ്റ് എല്ലാ ബിസിനസ്സുകളിലും എന്താകും, അവരുടെ പ്രൈസ് ഹൈക്കപ്പ് ആകും. അങ്ങനെ വരുമ്പോൾ റോ മെറ്റീരിയൽസിൻ്റെ വിലയും വേതനവും വാടകയും എല്ലാം കൂടിക്കഴിയുമ്പോൾ ബിസിനസ്സുകൾ അവരുടെ പ്രോഫിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പ്രൊഡക്ട്സിൻ്റെ വില കൂട്ടുന്നു. ഇതിനെയാണ് കോസ്റ്റ് പുൾ ഇൻഫ്ലേഷൻ എന്ന് നമ്മൾ പറയുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് മണി സപ്ലൈ ഇൻഫ്ലേഷൻ. ഗവൺമെൻറ് കൂടുതൽ കറൻസി നോട്ട്സ് എക്കോണമിയിലോട്ട് അടിച്ചിറക്കിയാൽ ഇൻഫ്ലേഷൻ ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ, 1 കിലോ വാഴപ്പഴത്തിന് 10 രൂപയുള്ളൂ, നിങ്ങളുടെ കയ്യിൽ 10 രൂപയാണുള്ളത്. പെട്ടെന്ന് നമ്മുടെ ഗവൺമെൻറ് കൂടുതലായിട്ട് കറൻസി നോട്ട് പ്രിൻ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും ക്യാഷ് ഉണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ കച്ചവടക്കാർ 1 കിലോ വാഴപ്പഴത്തിന് 50 രൂപ വില കൂട്ടുന്നു. ഇങ്ങനെയാണ് മണി സപ്ലൈ ഇൻഫ്ലേഷൻ ഉണ്ടാകുന്നത്. ഇൻഫ്ലേഷൻ കൂടി കഴിയുമ്പോൾ നമ്മുടെ ഗവൺമെൻറ്റും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും എങ്ങനെയാണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ മെഷറാണ് RBI ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുന്നു. രണ്ടാമത്തെ മെഷറാണ് മണി സപ്ലൈ കുറയ്ക്കുന്നു. ആൻഡ് ലാസ്റ്റ് മെഷർ ഈസ് പ്രൈസ് റെഗുലേഷൻസ്. നമ്മുടെ ഗവൺമെൻറ്റിന് ആവശ്യ സാധനങ്ങളുടെ പ്രൈസ് കൺട്രോൾ ചെയ്യാൻ സാധിക്കുകയും അങ്ങനെ പെട്ടെന്നുള്ള വിലവർധനവ് നിയന്ത്രിക്കാനും സാധിക്കും. അപ്പോൾ നമുക്ക് ഇൻഫ്ലേഷനെ കുറിച്ചൊരു ബേസിക് ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഇനിയും എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേറ്റീവ് കണ്ടൻറ്റ്സ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ സ്റ്റേ ചെയ്യും.